Hi, Namaste. Welcome back viewers. Welcome back to WinTrader. മോർണിംഗിൽ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് നേടാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ സോഫ്റ്റ്വെയർ വിൻട്രേഡിന്റെ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസും അതോടൊപ്പം കറക്റ്റ് ആയിട്ടൊരു എൻട്രി എടുക്കുന്ന വിധം, എക്സിറ്റ് എടുക്കുന്ന വിധം, സ്ട്രൈക്ക് പ്രൈസ് സെലക്ട് ചെയ്യുന്ന വിധം, അതോടൊപ്പം നമുക്ക് റിവേഴ്സൽ പോയിന്റ് എങ്ങനെ മനസ്സിലാക്കാം, കറക്റ്റ് ആയിട്ട് ബ്രേക്ക്ഔട്ട് പോയിന്റ് എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് നമുക്കൊരു സക്സസ്ഫുൾ ആയി കോൾ ആണോ പുട്ടാണോ എങ്ങനെ ട്രേഡ് എടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇന്നത്തെ നിഫ്റ്റിയുടെ ലൈവ് ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പൊ ഇതിനകത്ത് രാവിലെ ഒരു പുട്ട് ഓപ്ഷനും നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടൊരു 1.5 കഴിഞ്ഞ ശേഷം കോൾ ഓപ്ഷൻ നമുക്ക് എടുക്കാനുള്ള നല്ലൊരു അവസരം നമുക്ക് കിട്ടിയിരുന്നു. അപ്പോൾ കോൾ ഓപ്ഷനിൽ വിത്തിൻ അതായത് ഒരു അരമണിക്കൂറിൽ തന്നെ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് എടുത്ത് എക്സിറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാർ ചാർട്ടിലൂടെ അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ മെറ്റാട്രേഡർ 4ന്റെ പ്ലാറ്റ്ഫോമാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ചാർട്ട്. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ 8 സ്ട്രാറ്റജി 2 സ്കാനർ അടങ്ങുന്ന 2009 സ്റ്റാർട്ട് ചെയ്ത വിൻട്രേഡർ ഫസ്റ്റ് വേർഷൻ ആണ്. അത് സിമ്പിൾ ആണ്. ഇപ്പം നടക്കുന്ന വേർഷൻ 8ാമത്തെ ആണ്. അതാണ് ഈ ലേറ്റസ്റ്റ് വേർഷൻ. അതിനകത്ത് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്ന മെത്തേഡ് ബാർ ചാർട്ടാണ്. ബാർ ചാർട്ടിന്റെ ഗുണം ക്യാൻഡിൽ സ്റ്റിക്കിലേക്കാളും ബെറ്റർ ആയിട്ട് നമുക്കൊരു സൈഡ് വേസ് മാർക്കറ്റ് ടെൻഡി ആണോ സൈഡ് വേസ് ആണോ കറക്റ്റ് മൊമെന്റ് ബ്രേക്ക്ഔട്ട് പോകുന്ന പോയിന്റ് പിടിച്ചെടുക്കാൻ ബാർ ചാർട്ട് മെത്തേഡിൽ വളരെ സിമ്പിൾ ആണ്. അത് നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടുന്ന് മാർക്കറ്റിൽ നിന്ന് ഓപ്പൺ ആയ ശേഷം നിഫ്റ്റിയിൽ ഇപ്പോഴത്തെ റേറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ഈ കോണലിലാണ്. അപ്പൊ ടോട്ടലി ഈ റെഡ് കളർ ഡൗൺ ആരോ സെല്ലും ഗ്രീൻ കളർ അപ്പ് ആരോ ബൈയും ആണ്. അപ്പോൾ ഒരു സിഗ്നൽസ് നമുക്ക് അതായത് സിഗ്നൽസ് മെസ്സേജ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് സോഫ്റ്റ്വെയർ അലേർട്ട് ആയി ഇതുപോലെ ബെൽ സൗണ്ട് കൂടി അലേർട്ട് മെസ്സേജ് ആയിട്ട് ഈ ബോക്സിൽ നമുക്ക് മെസ്സേജ് ആയിട്ട് ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. അതോടൊപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിഗ്നൽസിന്റെ ഡീറ്റെയിൽസ് മേളിലും താഴെയും കാണാം. അതിന്റെ ടൈം, എൻട്രി പോയിന്റ്, അതോടൊപ്പം ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ താഴെ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ആണ്. ഇപ്പോഴത്തെ റേറ്റ് അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എൻട്രി എടുക്കേണ്ട വിധം വളരെ സിമ്പിൾ ആണ്. ഒരു സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട 3 ലെവൽ കൺഫർമേഷൻ, ക്യാൻഡിൽ കളർ, താഴത്തെ കൺഫർമേഷൻ ബാർ കളർ, പ്രൈസ് ആൻഡ് ബൈസ്. ഇത് 3ഉം ഓക്കെ ആയി കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ ഓപ്പണിംഗ് റേറ്റിൽ നമുക്ക് എടുക്കണം. ഇപ്പൊ ഇവിടെ നിന്ന് സിഗ്നൽസ് നോക്കി കഴിഞ്ഞാൽ ഇവിടെ ക്യാൻഡിൽ കളർ ഗ്രീൻ ആയിട്ടുണ്ട്, പക്ഷെ താഴെ വന്നിട്ടില്ല. അതോടൊപ്പം ഈ ഒരു ലെവലിൽ താഴെയും വന്നു, പിന്നെ അവിടെ താഴെ നോക്കുമ്പോഴത്തേക്ക് അവിടെ ഗ്രീനും ആയി. പക്ഷെ അവിടെ എടുക്കാൻ പറ്റില്ല റെസിസ്റ്റൻസ്, കാരണം ഇത്രയും സൈഡ് വേസ് വന്ന സ്ഥിതിക്ക് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ പിടിച്ചിട്ട് എടുക്കണമായിരുന്നു. അത് ഈ ലെവലിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. അവിടെ നേരെ ഹൈക്ക് പോയിട്ടുണ്ട്. എന്തായാലും ഒരു 19 പോയിന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് ബുക്ക് ചെയ്ത് നമുക്ക് ഇറങ്ങാനും സാധിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നമ്മുടെ സിഗ്നൽസ് വന്നു കഴിഞ്ഞാൽ കൺഫർമേഷൻ നോക്കുക. ഞാൻ ഈ പറയുന്ന കൺഫർമേഷൻ ലെവല് ഓക്കെ ആകുകയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എൻട്രി എടുക്കാം. അതേപോലെ സൈഡ് വേസ് കുറെ ഉള്ള സമയത്ത് നമുക്ക് റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാം. അതാണ് കുറച്ചുകൂടെ ആക്യുറസി കൂടുന്നത്. അപ്പം ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് ലെവൽ പിടിച്ച് നോക്കുകയാണെങ്കിൽ 18,564 ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയ സമയം ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഒരു കോൾ ഓപ്ഷൻ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം 18,400 അല്ലെങ്കിൽ 300. അപ്പൊ 300നെ ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്, 400 ഓപ്പൺ ചെയ്തിട്ടുണ്ട് നിഫ്റ്റിയുടെ കോൾ ഓപ്ഷൻ. അപ്പൊ നോക്കുകയാണെങ്കിൽ ബൈസിക്കിൾ വന്ന് അപ്രോക്സിമേറ്റ് 1 മണിക്ക് വന്നിട്ടുണ്ട്. 280 ബൈസിക്കിൾ പറഞ്ഞു, 3 ടാർഗറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കൺഫർമേഷൻ വന്ന് ബ്രേക്ക്ഔട്ട് പോയത് ഈ ലെവലിൽ നിന്നാണ്. 281 എടുക്കാമായിരുന്നു. അവിടെ നേരെ ഒരു ഹൈക്ക് കയറി 323 വരെ നമുക്ക് പോയിട്ടുണ്ട്. 323 നല്ലൊരു പ്രോഫിറ്റ് ലെവല് നമുക്ക് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് ബുക്ക് ചെയ്തിറങ്ങാൻ, കാരണം വിത്തിൻ ഹാഫ് ആൻ അവർ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ലെവല് ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ 400ലും നമുക്ക് നോക്കുകയാണെങ്കിൽ വലിയ അപ്രോക്സിമേറ്റ് 187 നമ്മൾ ബ്രേക്ക് ഔട്ട് എടുത്തു. അപ്പൊ അവിടെ നേരെ ഹൈക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ 187 നമ്മൾ 208 വരെ എൻട്രി എടുത്ത് നമുക്ക് ലാസ്റ്റ് ക്ലോസിംഗിൽ ആയ സ്ഥിതിക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഫിറ്റ് ലെവൽ ലോട്ട് കൂട്ടി എക്സിറ്റ് ചെയ്യാം. അതായത് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്, നല്ലൊരു ഹൈക്ക് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഇതൊന്നും എടുത്തില്ല, ലാസ്റ്റത്തെ നമ്മൾ സിഗ്നൽ ബുക്ക് ചെയ്യാൻ സാധിക്കും. രാവിലെ ഒരു നല്ലൊരു പ്രോഫിറ്റ് ലെവൽ നമുക്ക് നിഫ്റ്റിക്ക് ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അപ്രോക്സിമേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ സിഗ്നൽ സെല്ലിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഇന്ന് രാവിലെ സപ്പോർട്ട് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 10 മണി കഴിഞ്ഞപ്പോൾ 18,581 ബ്രേക്ക് ഔട്ട് പോയി അവിടെ താഴ്ത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത് പുട്ട് ഓപ്ഷൻ 18,700 എടുക്കാം. ഇന്ത മണി പ്രകാരം നോക്കുകയാണെങ്കിൽ 200 പോയിന്റ്സ് മുന്നിലേക്ക്. അപ്പൊ ഇപ്പോഴത്തെ റേറ്റ് പ്രകാരം ഏത് റേറ്റ് ആണ് നടക്കുന്നത് അതിന് ഇന്ത മണി എടുക്കണമെങ്കിൽ 200 പോയിന്റ് മുന്നിലേക്ക് എടുക്കണം. അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ഈ ലെവലിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ഔട്ട് പോയി. ഇപ്പൊ ഈ 18,700 കോള് നോക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ ബൈസിക്കിൾ വന്നിട്ടുണ്ട്, കൺഫർമേഷൻ ഇന്നായിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് 131 ഇന്ന് ബ്രേക്ക് ഔട്ട് പോയി നല്ലൊരു ബ്രേക്ക് ഔട്ട് ലെവൽ തന്നെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. 169. അപ്പൊ ഒരുപാട് റേറ്റും ഇല്ല, നല്ലൊരു ചെറിയ മാർജിൻ മതിയായിരുന്നു നമുക്ക് എൻട്രി എടുക്കാനായിട്ട്. വലിയൊരു പ്രോഫിറ്റ് ലെവൽ ബുക്ക് ചെയ്തിറങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ലോട്ട് കൂട്ടിയൊക്കെ എടുത്തിട്ട് നല്ലൊരു റേഞ്ചിലേക്ക് രാവിലെ തന്നെ എക്സിറ്റ് ചെയ്ത് പോകാൻ നല്ലൊരു ഹ്യൂജ് ഹൈക്കാണ് പോയത് മാർക്കറ്റ്. ഓക്കെ,
അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് യൂസ് ചെയ്യുന്ന മെത്തേഡ്. സിഗ്നൽസ് വന്ന് കൺഫർമേഷൻ നോക്കുക, എൻട്രി എടുക്കുക. അതോടൊപ്പം കളർ ചേഞ്ച് കാണിച്ചിരിക്കുന്ന സൈഡ് വേസ്. ഇപ്പോൾ ഇത്രയും കളർ റെഡ് പോയതിന് ശേഷം നമുക്ക് പെട്ടെന്നൊരു കളർ ബ്ലൂ ആയ സ്ഥിതിക്ക് നമുക്ക് മനസ്സിലാക്കാം അവിടുന്ന് റിവേഴ്സ് ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എന്തെങ്കിലും പോർഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് അടിക്കുക. ഇപ്പോൾ ഓപ്ഷനിലാണെങ്കിലും നമ്മൾ സ്ട്രൈക്ക് പ്രൈസിന്റെ ആവശ്യമേ ഇല്ല നമുക്ക് നോക്കാനായിട്ട്. വെറും നിഫ്റ്റിയുടെ ചാർട്ട് വെച്ചിട്ട് നമുക്ക് നോക്കിയെടുക്കാൻ പറ്റും. വളരെ സിമ്പിളാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത പ്രകാരം നമുക്ക് നോക്കിയെടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് ഒരു ഓപ്ഷൻ എടുത്ത് നമുക്ക് മോർണിംഗിൽ തന്നെ ഒരു പ്രോഫിറ്റ് എടുത്ത് എക്സിറ്റ് ചെയ്യാവുന്ന വളരെ നല്ല പ്രോഫിറ്റ് ലെവലിൽ നമുക്ക് ഇതിൽ നിന്ന് ബുക്ക് ചെയ്തിറങ്ങാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതോടൊപ്പം ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ക്യാൻഡിൽ സ്റ്റിക്കിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ ഒരുപാട് നമുക്ക് ഇതിന് സൗകര്യങ്ങളുണ്ട്. അതോടൊപ്പം സോഫ്റ്റ്വെയർ ബൈ സിഗ്നൽ തന്ന് പിന്നെയും മാർക്കറ്റ് ട്രെൻഡി മാർക്കറ്റാണ് റീ എൻട്രിയും തരും. നമുക്ക് ഇൻ കേസ് നമ്മൾ പകുതിക്ക് വെച്ച് എടുക്കണം, എവിടെ എൻട്രി എടുക്കണം എന്നൊരു ഡൗട്ട് നമുക്ക് വരില്ല. സോഫ്റ്റ്വെയർ തന്നെ റീ എൻട്രി ലെവല് രണ്ടാമത് ബൈയിലേക്ക് കണ്ടിന്യൂവേഷൻ പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് സപ്പോർട്ടിന്റെയും നമുക്ക് മെത്തേഡിലൂടെ എടുക്കാം, അല്ലെങ്കിൽ റീ എൻട്രിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പം കൂടുതൽ ഡീറ്റെയിൽസിനും വിവരങ്ങൾക്കും ആയിട്ട് ലൈവ് ഡെമോ അറ്റൻഡ് ചെയ്യാനും വേണ്ടിയിട്ട് വിളിക്കുക. എൻ്റെ നമ്പറിലേക്ക് സീമ കൃഷ്ണ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.